മഞ്ജുഷെ ഇദ്ദേഹം കിടന്ന് വെറുതെ ചെലച്ചോണ്ടിരുന്നാൽ എനിക്ക് മറുപടി പറയാൻ ഒക്കില്ല. അദ്ദേഹം അവിടെ നിശബ്ദനായിട്ടിരിക്കട്ടെ. പുള്ളി വായി വരുന്നത് തോന്നിവാസം പറഞ്ഞിട്ട് പറയുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഷാക്കിർ യാതൊരു ബോധവും പൊക്കണവും ഇല്ലാതെ ഒന്നും അറിയാതെ ലീഗിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച് എന്തോ എഴുന്നള്ളിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിലെ അതിഭീകരമായ ജനസംഖ്യാ വിസ്ഫോടനമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. നമ്മളെ കൂടെ ഒരു പാനലിസ്റ്റ് ഇരുന്നിട്ട് വിവരക്കേടും പിന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രം കയ്യിലുള്ള ഒരു ഡ്രൈവറാണ്. ഈ ബസ്സിനെ നിയന്ത്രിക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് ലീഗിന്റെ മന്ത്രിമാരാണ്. എന്റെ സ്വഭാവം ഇങ്ങനെയായി. താങ്കളെ ഈ ലീഗുകാർ പഠിപ്പിച്ച് എവിടെയെങ്കിലും വിട്ടിട്ടുള്ള കാര്യം വന്ന് ഇവിടെ എഴുന്നള്ളിക്കല്ലേ. ഈ അല്ല സുഹൃത്തെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ നിങ്ങൾ അന്ധമായ മതവെറി തലക്ക് പിടിച്ച ആളാ നിങ്ങൾ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാം. EMS സർക്കാരിന്റെ കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചതിന്റെ പിന്നിലുള്ളത് എന്തായിരുന്നു ഉദ്ദേശമെന്ന് ചോദിച്ചാൽ അത് കൃത്യമായും മതം തന്നെയായിരുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ജില്ല ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള EMS നമ്പൂതിരിപ്പാട് ബാഫഖ് അലി തങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കപ്പെട്ട ഒരു സംഭവം മാത്രമായിരുന്നു. മലപ്പുറം ജില്ലയെ വിഭജിക്കുകയോ വിഭജിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഈ വികസനം വേണ്ടതും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണ്ടതും മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല. മലബാർ പ്രദേശം പൂർണ്ണമായും വികസനത്തിന് താഴെയാണ്. ഒരല്പം മട്ടുണ്ടല്ലേ. ആ ഗ്രോത്ത് റേറ്റ് മലപ്പുറം ജില്ലയിലെ 153% 2025 വരെ വന്നു. ശ്രീ മഞ്ജുഷെ ഇദ്ദേഹം കിടന്ന് വെറുതെ ചെലച്ചോണ്ടിരുന്നാൽ എനിക്ക് മറുപടി പറയാൻ ഒക്കില്ല. അദ്ദേഹം അവിടെ നിശബ്ദനായിട്ടിരിക്കട്ടെ. പുള്ളി വായി വരുന്നത് തോന്നിവാസം പറഞ്ഞിട്ട് പറയുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. 3 വർഷങ്ങൾക്ക് മുമ്പ് വി ശിവൻകുട്ടി കേരള നിയമസഭയിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞു 3,56,000. ഇന്നും അത് പൊതു പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് ആ രേഖകള്. അതിനകത്തെ ഏകദേശം 18-20% വരുന്ന 65,000 കുട്ടികളും മലപ്പുറം ജില്ലയിൽ പ്രവേശനം നേടിയ കുട്ടികളാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള എല്ലാ ജില്ലകളിലെയും 1ാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ കൂടുതലാണ് മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ ജനസംഖ്യാ വർധനവാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന വികസനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ജില്ലകൾ മുറിച്ചുകൊള്ളട്ടെ. ഈ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള ജനസംഖ്യാ വർധന ഉണ്ടാവുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും മലപ്പുറത്തിനെ മുറിക്കണം എന്ന് പറയില്ലേ? ഓരോ പഞ്ചായത്തിനെയും ഓരോ ജില്ലയാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ അടവാണ്. ഇന്നേക്ക് ശേഷം കുറെ കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ജില്ലയായതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് വേണമെന്ന് പറയും. പിന്നീട് ഈ സ്റ്റേറ്റിനെ രാജ്യമെന്ന് പറയും. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറ്? പാകിസ്ഥാൻ ഉണ്ടായ കാലത്ത് തന്നെ മലബാർ മേഖലയിലെ ലീഗ് മുമ്പോട്ട് വെച്ചതാണ് മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ആശയം. ആ മാപ്പിളസ്ഥാൻ ഞങ്ങൾക്ക് വേണം എന്ന് വാദിച്ചവരാണ് കേരളത്തിലെ ലീഗുകാർ. അതായത് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നമ്മളെ കൂടെ ഒരു പാനലിസ്റ്റ് ഇരുന്നിട്ട് വിവരക്കേടും പിന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് തിരുത്തേണ്ടി വരും. ഒന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇവിടെ മലബാറിലെ വികസനമില്ലായ്മയെ കുറിച്ചാണ്. എനിക്ക് പറയാൻ സമയം ഞാൻ പറയാം, ഉണ്ടാക്കാൻ പറയാളോട്. അതായത് ഇപ്പോൾ ഞാൻ UP-യിലൂടെ ബംഗാളിലൂടെ ഒക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നയാളാണ്. അങ്ങനെ കേന്ദ്രഭരണ പ്രദേശം ഏതെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആക്കേണ്ടത് BJP ഭരിക്കുന്ന ഗുജറാത്തും UP-യും അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഭൂവിസ്തൃതിയും ജനസംഖ്യയും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനെ ഈ ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നത് നോക്ക്. ഇവരൊക്കെ ശരിക്കും മനുഷ്യവർഗത്തിലാണോ? ഇവരേത് യുഗത്തിലാണ്, എവിടെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവരൊക്കെ തലക്കകത്ത് എന്താണുള്ളത്? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അന്നും ഇന്നും മലപ്പുറം ജില്ല രൂപീകരിച്ച ശേഷം ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് മലപ്പുറമാണ്. അവിടെ വ്യത്യാസം വരുന്നില്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രം കയ്യിലുള്ള ഒരു ഡ്രൈവറാണ്. ഈ ബസ്സിനെ നിയന്ത്രിക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് ലീഗിന്റെ മന്ത്രിമാരാണ്. ഞാൻ ഈ പറഞ്ഞ ഡേറ്റ 100% ശരിയാണെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിലെ അതിഭീകരമായ ജനസംഖ്യാ വിസ്ഫോടനമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം.
എന്ത് ഭ്രാന്താണ് ഇയാള് ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു, 71 നടന്ന സെൻസസിലെ തിരുവനന്തപുരം ജില്ലയിൽ 21,98,000 മലപ്പുറം ജില്ലയിൽ 18,56,000 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 153% ഗ്രോത്ത് റേറ്റോടുകൂടി 47 ലക്ഷമായി. തിരുവനന്തപുരം ജില്ലയിൽ വെറും 62% ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ 35,60,000 ആയുള്ളൂ. ഷാക്കിർ യാതൊരു ബോധവും പൊക്കണവും ഇല്ലാതെ ഒന്നും അറിയാതെ ലീഗിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച് എന്തോ എഴുന്നള്ളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാണ്, വിവരക്കേടാണെന്ന്. ഞാൻ 100% താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഫിഗറിനകത്ത് ഒരെണ്ണമെങ്കിലും കുറഞ്ഞാൽ ഞാൻ താങ്കൾ പറയുന്ന ജോലി ചെയ്യാം. താങ്കൾ തിരിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യണം. താങ്കൾക്ക് അതിന് ധൈര്യം ഉണ്ടാകണം. താങ്കളെ ഈ ലീഗുകാർ പഠിപ്പിച്ച് എവിടെയെങ്കിലും വിട്ടിട്ടുള്ള കാര്യം വന്ന് ഇവിടെ എഴുന്നള്ളിക്കല്ലേ. ഈ അല്ല സുഹൃത്തെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ നിങ്ങൾ അന്ധമായ മതവെറി തലയ്ക്ക് പിടിച്ച ആളാ നിങ്ങൾ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.